നല്ല പ്രോഗ്രസ്സോ എന്നാണ് ചോദ്യം. സുജയ പാർവതി, 328ഓളം പേജിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി അതിനെ വളരെ വിമർശനാത്മകമായും എന്നാൽ തന്നെ ചില വികസനങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ സർക്കാരിൻ്റെ മാത്രം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. സ്മൃതി ഉപയോഗിച്ചൊരു പദപ്രയോഗം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പരീക്ഷ എഴുതി, സ്വന്തമായിട്ട് മാർക്കിട്ട്, സ്വന്തമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല പ്രോഗ്രസ് ആണോ? നല്ല പ്രോഗ്രസ് ആണ് സർക്കാരിന്, അതുപോലെ തന്നെ അതിലുള്ള മന്ത്രിമാർക്ക്, CPIM ഒക്കെ നല്ല പ്രോഗ്രസ് ആണല്ലോ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പ്രോഗ്രസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. കാരണം ഒരു തുടർ ഭരണത്തിലേക്കൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതിപ്പോൾ ഓരോ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളുകളുടെയൊക്കെ ജീവിത രീതിയിൽ, പശ്ചാത്തലത്തിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ കൃത്യമായി നമുക്ക് ആ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. സമാനമായ രീതിയിൽ ഇവിടെയും ആ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു വർഷം കൂടി അവർക്ക് കൂടുതൽ പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ എടുത്തു പറയുന്ന ഈ ജനക്ഷേമ വികസന ചരിത്രത്തിൻ്റെ 9 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. അതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കൃത്യമായി എത്രയാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇട്ടുകൊടുക്കേണ്ട മാർക്ക് എന്നുള്ളത് വ്യക്തമാക്കും. കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് എന്ന് തോന്നുന്നു ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇട്ടുകൊണ്ട് അവരുടെ ഒരു എഡിറ്റോറിയലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടന്റാണ്. അതിൽ ഓരോ മന്ത്രിയുടെയും വകുപ്പിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവരായിട്ട് ഇറക്കിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് നിയമമന്ത്രി P. രാജീവിനാണ്. വ്യവസായവും നിയമവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി P. രാജീവിനാണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അക്കാര്യത്തിൽ P. രാജീവിന് കൂടുതൽ മാർക്ക് കൊടുക്കേണ്ട ഒരു വർഷങ്ങളാണ് കടന്നുപോയത് എന്ന് വ്യക്തമാകും. കാരണം വ്യവസായ മേഖലയിലടക്കം പുരോഗതികൾ ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. പക്ഷേ അവകാശപ്പെടുന്നത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നതാണല്ലോ ഇതിൽ അളവുകോലായി നമ്മൾ എടുക്കേണ്ടത്. അവകാശപ്പെടുന്നത് എത്രയാണ്, അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് എത്രയാണ്, അതിനനുസരിച്ച് അതേ രീതിയിൽ വികസനം അല്ലെങ്കിൽ പുരോഗതി കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഇവിടെ ഈ 900 വാഗ്ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ വാഗ്ദാനങ്ങൾ എടുത്ത് അത് ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇടത് സർക്കാരിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മാനിഫെസ്റ്റോസ് നമ്മളെടുത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പ്രകടന പത്രികയുടെ ഒരു റീവൈസ്ഡ് വേർഷനായിട്ടാണ് കാണേണ്ടത്. 2016-ലും 2021-ലും LDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോ, അതിൻ്റെ ഒരു റീവൈസ്ഡ് വേർഷനാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രസ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷവും ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലും പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിൻ്റെ ആവർത്തനം വരുന്നു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കലുകൾ വരുന്നു. ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. വേരിയസ് ഹെഡ്സിലാണ് 900 വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതിയാണ്. 900 വാഗ്ദാനവും നടപ്പാക്കി എന്നല്ല അതിൻ്റെ അർത്ഥമെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് ബോധ്യമാകുന്നത്. പുരോഗതി മാത്രമാണ്, അല്ലാതെ അതിനകത്ത് നടപ്പാക്കി കഴിഞ്ഞു എന്ന് ഈ 900വും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അത് ആദ്യത്തെ 1ാം സർക്കാരിൻ്റെ കാലത്തായാലും പൂർണ്ണമായും പൂർത്തിയാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ കോവിഡ് വന്നു. കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങൾ വന്നു. പിന്നീട് ഫോക്കസ് മുഴുവൻ ഷിഫ്റ്റ് ചെയ്തത് അവിടേക്കാണ്. അങ്ങനെയാണ് 2ാമത്തെ ഭരണത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ആളുകളുടെ വീട്ടിലേക്ക് പോയി ആ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് ആളുകൾ വോട്ട് ചെയ്തൊന്നുമല്ല 2ാമത്തെ ഭരണത്തിലേക്ക് വന്നത്. അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായ വീഴ്ചകളും ഇടത് സർക്കാരിന് നേട്ടമായിട്ടുണ്ട്. ഇവിടെ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് ഡിജിറ്റൽ മേഖലയിൽ തൊഴിൽ നൽകുന്നതിന് ബൃഹത്തായ തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. വാഗ്ദാനം നമ്പർ 1 ആയി കിടക്കുന്നത് ഈ 900-ൽ അതാണ്. അതിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ഫെബ്രുവരി 21 വരെ 18.83 ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ തൊഴിൽ നൽകിയിരിക്കുന്നത് 1.29 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്കാണ്. അത് മിഷന്റെ പങ്കാളികളായ സ്ഥാപനങ്ങളാണ്. 20 ലക്ഷം എവിടെ കിടക്കുന്നു? 1.29 ലക്ഷം എവിടെ കിടക്കുന്നു? അത് 4 വർഷം പൂർത്തിയായതിനു ശേഷമാണ്, 9 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കണക്കാണിത്. ഈ വിജ്ഞാന കേരളം പരിപാടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിജ്ഞാന കേരളവുമായിട്ടൊക്കെ ചേർത്ത ഈ 20 ലക്ഷത്തിൽ എത്തിക്കുമായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഉന്നത തൊഴിലുകൾക്കുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, കേൾക്കാൻ നല്ല ഇമ്പമുള്ള നല്ല വാക്കുകളൊക്കെയാണ് ഓരോ പദ്ധതിക്കും സർക്കാർ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ എത്ര എണ്ണം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, തൊഴിൽ ഇത്ര പേർക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതിൽ പറയുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 7 ലക്ഷം തൊഴിലവസരങ്ങളുടെ വിവരം ലഭ്യമാക്കാൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോകുന്നതേ ഉള്ളൂ, കരാറായിട്ടേ ഉള്ളൂ മാഡം. അല്ലാതെ ഇതൊക്കെ എവിടെ നടപ്പാക്കിയെന്നാണ് മാഡം കരുതുന്നത്? നടപ്പാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ നടപ്പാക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. അത് പറയാമല്ലോ, കാരണം പ്രോഗ്രസ് റിപ്പോർട്ടാണല്ലോ. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഈ ഒരു 3-4 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇതൂടെ ചേർത്തിട്ട് ഞാൻ 50-ൽ 50 കൊണ്ട് വരുമെന്ന് പറയുമല്ലോ. അതുപോലെ ഈ കണക്കിങ്ങനെ എണ്ണിക്കൂട്ടി ഉറപ്പിക്കുകയാണ്. 20 ലക്ഷം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ക് പല ഹെഡ്സിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഓരോ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി IT പാർക്കുകളുടെ സംരംഭം, ഇഗ്നൈറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് പദ്ധതികൾ തുടങ്ങുന്നതാണ്.
അല്ലാതെ അവിടെ ആളുകൾക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം. അങ്ങനെ ഓരോ ഹെഡ്സായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കരുതുന്നത് ഈ 326 പേജുകളാണുള്ളത്. അപ്പോൾ 326 പേജിലൂടെയും പ്രതിപക്ഷം കടന്നു പോവുകയും അതിൽ ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, അത് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിനപ്പുറം നടപ്പാക്കിയത് എന്തൊക്കെയാണ് എന്നത് കൃത്യമായി തുറന്നു കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ മൂന്നാം ഊഴം തടയാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം ഇതുപോലത്തെ തന്നെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ നേരത്തെയും വരുമ്പോൾ അതൊന്നും ഇഴകേറി പരിശോധിക്കാനൊന്നും പ്രതിപക്ഷത്തിന് സമയമില്ല. എവിടെ സമയം? അതിലെ അവിടെ ഇവിടെയുമായി 1-2 പേജുകളിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ അത് ഉണ്ടാകരുത്. അതിനാണ് ഞാൻ ആദ്യത്തെ കാര്യം മുതൽ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഇനി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി പറഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിൽ ഒരു മുന്നോട്ട് പോക്ക് സാധിച്ചിട്ടുണ്ട് സർക്കാരിന് എന്നത് നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പുറത്ത് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പഠിക്കാനും അതിനുശേഷം അവിടെ ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് പോകുന്നതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു വാഗ്ദാനവുമായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള പുതിയ പ്രോത്സാഹന നയങ്ങൾ അത് പ്രാവർത്തികമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ദേശീയപാതയുടേതാണ്. ദേശീയപാതയുടെ കാര്യം മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു. ദേശീയപാത 66 അത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടത് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെയാണ്, ഇത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെയാണ്. പക്ഷേ ഇന്നെന്തായാലും ഇപ്പോൾ ഈ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയിൽ സംസ്ഥാനം ക്രിയാത്മക ഇടപെടൽ നടത്തി ആ ഇടപെടൽ തുടരും എന്നതാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ കണക്കും പറയുന്നുണ്ട്. 7 സ്ട്രെച്ചുകളിൽ പണി പൂർത്തിയാക്കി. ഭൂമി ഏറ്റെടുക്കലിന് ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് പറഞ്ഞ കണക്ക് 5580 കോടി രൂപ സംസ്ഥാന വിഹിതമായി നൽകി. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിള്ളലുണ്ടായ ഭാഗങ്ങളിലെ വിള്ളൽ അടയ്ക്കുന്നതിനടക്കം ഇടപെടും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ പ്രോജക്റ്റ് പൂർത്തിയാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ മാറി നിൽക്കുകയാണ്, കേന്ദ്രത്തിൻ്റെതാണ്, NHAയുടേത് മാത്രമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ തിരുത്തി പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 900 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 900 വാഗ്ദാനങ്ങൾ 900 നടപ്പാക്കിയെന്ന് നമ്മൾ അങ്ങനെ ഒരു 1000 നാവോടുകൂടി പറയുന്നതിനപ്പുറം എന്തൊക്കെയാണ് ഈ 900 കാര്യങ്ങളെന്നും അതിൽ എന്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് എന്നതും കൂടി വസ്തുതകളായി പുറത്തേക്ക് വരികയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പറഞ്ഞു പോകുന്നതും നടപ്പാക്കിയതും ഇപ്പോൾ 20 ലക്ഷം എന്നുള്ളത് 1.28 ലക്ഷമായി മാറിയത് ആ ഒറ്റ ഹെഡ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം 2016 300 സ്റ്റാർട്ടപ്പുകളാണ്. അത് 2025 ആകുമ്പോഴേക്കും 6400 എന്ന് പറയുന്നു. അതിൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അതായിരുന്നല്ലോ ടാർഗറ്റ്. സ്റ്റാർട്ടപ്സ് എത്രയെണ്ണം കൊണ്ടുവരുന്നതിനൊപ്പം തൊഴിലവസരങ്ങളിലും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 64,000 തൊഴിലവസരങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പോകുമെന്നുള്ള കൃത്യമായ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എണ്ണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു കാര്യമായി അവിടെ കിടക്കുന്നുണ്ട്. പുതിയ സംരംഭകത്വ പ്രോത്സാഹനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. ഈ സംരംഭകത്വ പ്രോത്സാഹനത്തിനിടയിൽ ഇവിടെ സംരംഭം തുടങ്ങാൻ വന്ന പലർക്കും നേരിട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചർച്ചയായത് ജനത്തിന് എന്തായാലും മറക്കാൻ സമയമായിട്ടില്ല. സുഗതനായാലും ആന്തൂറായാലും എല്ലാവരുടെയും ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3,53,133 പുതിയ സംരംഭങ്ങൾ, ഈ പ്രോത്സാഹനം നൽകിയ ഈ സംരംഭങ്ങളിൽ എത്ര എണ്ണം ഇപ്പോൾ തുടരുന്നുണ്ട്? ആ ഒരു കണക്ക് കൂടി പ്രതിപക്ഷം എടുക്കണം. എത്ര സംരംഭങ്ങൾ ഈ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയ സംരംഭങ്ങളിൽ എത്ര എണ്ണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി വരണമല്ലോ. തുടങ്ങിയതിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. പ്രവൃത്തി നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതിൻ്റെ കണക്കൊന്നും ഇതിലില്ല. ഈ കോവിഡ് കാല വാർത്താ സമ്മേളനങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഈ ഒരു ടൈം, അതായത് 4 വർഷം പൂർത്തിയാക്കുന്ന സമയം, ആ സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് ചൈനയിൽ നിന്ന് വന്ന് തൃശ്ശൂരിൽ വന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ്. ഈ അവസാന വർഷമാണ്. ആ ഒറ്റ വർഷം മുഴുവൻ ഈ 6 മണി വാർത്താ സമ്മേളനങ്ങളായിരുന്നു. 6 മണി വാർത്താ സമ്മേളനങ്ങളിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടല്ല കോവിഡിനെ നേരിടുന്നത് എങ്ങനെ, കേരളത്തിൻ്റെ മാതൃക എങ്ങനെ, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് പൂച്ചയ്ക്കും അണ്ണാനും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കരുതൽ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കരുതൽ വാർത്താ സമ്മേളനങ്ങളായിരുന്നു ആ ഒരു വർഷം. ഇത്തവണ എന്തായാലും അങ്ങനെ കരുതൽ കൊടുക്കാനായി പ്രകൃതി ദുരന്തങ്ങളില്ല, ഓഖിയില്ല, പ്രളയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത 1 വർഷക്കാലം ക്യാമ്പയിൻ നടത്തണം. അപ്പോൾ ആ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി കൂടി ഇതിൻ്റെ കണ്ടന്റിനെ കാണേണ്ടതുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ് ഈ 4ാം വർഷം പിണറായി വിജയൻ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ റെഗുലറൈസ് ചെയ്തു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ 2 ഗഡു ഇപ്പോഴും കുടിശ്ശികയാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അത് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. എന്തായാലും അതെന്താണ് എന്നുള്ളത് നമുക്ക് കണ്ട് അറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതി അടക്കമുള്ള ഈ ആരോഗ്യരംഗത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം പൂർത്തീകരണമായിട്ടുണ്ട് അതും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി വരേണ്ട കാര്യമാണ്. ഈ
അതുപോലെ തന്നെ മത്സ്യമേഖല, മത്സ്യത്തൊഴിലാളികൾ, നമുക്ക് മുതലപ്പുഴയിലെ സാഹചര്യം അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സംസാരിച്ച കാര്യമാണ്. അതിൽ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറയുന്നത് അവർക്ക് സുരക്ഷിത മേഖലയിലേക്ക് മാറി താമസിക്കാൻ 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്ന പുനർഗേഹം, ഈ പുനർഗേഹം സമയബന്ധിതമാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഫ്ളാറ്റ് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി എത്ര പേർക്ക് കൃത്യമായി താമസിക്കാൻ അതിൽ സാധിച്ചിട്ടുണ്ട്? തിരുവനന്തപുരത്തെ കാരോട്, ഭീമാപ്പള്ളി 20, മലപ്പുറം പൊന്നാനിയിലെ 128 ഈ ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് വിവിധ ജില്ലകളിൽ പുനരധിവസിപ്പിക്കേണ്ട ഗുണഭോക്താക്കൾക്കായി ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനായി ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ ആ പുനർഗേഹത്തിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് പറയുന്നത് UDF-ഉമായുള്ള കമ്പാരിസൺ ആണ്. അതിൽ LDF തന്നെയാണ് മുന്നിൽ. UDF കാലത്ത് ഒരെണ്ണമാണ് പൂർത്തീകരിച്ചത്, പുതിയ ഒരെണ്ണം തുടങ്ങി. LDF 8 എണ്ണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പരപ്പനങ്ങാടി, ചെത്തി ഈ 2 ഫിഷിംഗ് ഹാർബറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോഡുകളുടെ കാര്യം വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീരദേശ ഹൈവേ ആയാലും അതുപോലെ തന്നെ മലയോര റോഡുകളായാലും ഇക്കാര്യങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ മുതലപ്പൊഴി അതടക്കമുള്ള വിഷയങ്ങളിൽ ഇനിയിപ്പോൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ല എന്നതുകൂടി ഈ ഒരു റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മറൈൻ ആംബുലൻസ്, സീ റെസ്ക്യൂ സ്ക്വാഡ്, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഇതെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മുതലപ്പൊഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തെ അപകടങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇല്ല എന്നാണ്. ഈ 326 പേജ് എനിക്കും വായിച്ചു നോക്കാൻ പൂർണ്ണമായി സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഓടിച്ചു നോക്കിയപ്പോൾ പല ഹെഡുകളിലും ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് സമീപകാലത്തെ യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഡോക്ടർ അരുണിന് സമർത്ഥിക്കാം. എന്തായാലും ചിലതൊക്കെ ഇല്ല എന്നുള്ളത് പൊതുജനം കണ്ടതുപോലെ ഞാനും കണ്ടതുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പോൾ പ്രോഗ്രസ് നല്ല രീതിയിലുണ്ട്. സർക്കാരിന്, മന്ത്രിമാർക്ക്, എല്ലാവർക്കും അവരുടെ ഒരു രാഷ്ട്രീയ മേഖലയിലായാലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ പ്രോഗ്രസ് ഉണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സർക്കാസ്റ്റിക് യെസ് ആണ്. അപ്പോൾ ഇത് പ്രോഗ്രസ് ഉണ്ടെന്നോ ഇല്ലെന്നോ? പ്രോഗ്രസ് ഉണ്ട് എന്നാണ്. Meet the editors.